പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ സാധ്യത. ഇതിനായി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ ഉത്തരവനുസരിച്ച് രാജ്യത്തിന്റെ ഭരണഘടനയിലെ 28, 29 ഭേദഗതികൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇതോടെ അസീം മുനീർ കൂടെ നിന്ന് ചതിക്കുകയാണെന്ന സത്യാവസ്ഥ പുറംലോകം അറിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ പാകിസ്ഥാനിലെ നിരവധി സംസ്ഥാനങ്ങളിൽ സൈന്യത്തിനെതിരായ കലാപം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ പകുതിയിലധികം ഭാഗങ്ങളുടെയും നിയന്ത്രണം സൈന്യത്തിന് നഷ്ടപ്പെട്ടു. അതേസമയം ഖൈബർ പഖ്തൂൺഖ്വയിൽ കടുത്ത അക്രമം നടക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഭരണഘടനയുടെ 28, 29 ഭേദഗതികൾ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ സൈന്യം പദ്ധതിയിടുകയാണ്. രാജ്യത്തിന്റെ ഭരണഘടന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൂടാതെ അസീം മുനീർ തന്നെ പൂർണ്ണ അധികാരങ്ങളോടെ പ്രസിഡന്റ് ആകുമെന്നും മെഹ്സിൻ നഖ്വി പ്രധാനമന്ത്രിയാകുമെന്നും പാകിസ്ഥാനിൽ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മുതിർന്ന പാകിസ്ഥാൻ പത്രപ്രവർത്തകയായ ആയിഷ സിദ്ദാഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ പാകിസ്ഥാനിലെ നിരവധി സംസ്ഥാനങ്ങളിൽ സൈന്യത്തിനെതിരായ കലാപം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാന്റെ പകുതിയിലധികം ഭാഗങ്ങളുടെ നിയന്ത്രണം സൈന്യത്തിന് നഷ്ടപ്പെട്ടു. അതേസമയം ഖൈബർ പഖ്തൂൺഖ്വയിൽ കടുത്ത അക്രമം നടക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഭരണഘടനയുടെ 28, 29 ഭേദഗതികൾ നടപ്പിലാക്കാൻ പാകിസ്ഥാന് സൈന്യം പദ്ധതിയിടുന്നത്. ജുഡീഷ്യറിയിലും സൈനിക കമാൻഡ് ഘടനകളിലും മാറ്റം വരുത്തി 26, 27 ഭേദഗതികൾ പാസ്സായതിനു ശേഷം ഈ ചർച്ച അടുത്തിടെ ശക്തമായി. റിപ്പോർട്ടുകൾ പ്രകാരം അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരം മെഹ്സിൻ നഖ്വി പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമായി കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹം 18 ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനത്തിനുള്ള ഫയലിൽ ഒപ്പിട്ടിട്ടില്ല. തന്റെ അടുത്ത 2 ജഡ്ജിമാരെ നിയമിക്കാൻ സർദാരി ആഗ്രഹിക്കുന്നു. അത് മുനീർ നിരസിച്ചു. ഇപ്പോൾ മെഹ്സിൻ നഖ്വി അസീം മുനീറിന്റെ ഉത്തരവ് സർദാരിക്ക് കൈമാറിയതോടെ റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിൽ നിലവിൽ 4 പ്രവിശ്യകളുണ്ട്. ഈ ഭേദഗതി നിരവധി പുതിയ പ്രവിശ്യകൾ സൃഷ്ടിക്കും. പ്രവിശ്യ അസംതൃപ്തി അടിച്ചമർത്തുകയും വ്യക്തിഗത ഗ്രൂപ്പുകളുടെ ശക്തി ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. എന്നിരുന്നാലും പുതിയ പ്രവിശ്യകൾ സൃഷ്ടിക്കുന്നതിനോ പ്രവിശ്യ അതിർത്തികൾ മാറ്റുന്നതിനോ ദേശീയ അസംബ്ലിയിലും സെനറ്റിലും 3-2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഷഹബാസ് ഷെരീഫോ ബിലാവൽ ഭൂട്ടോയോ പാർട്ടിയോ ഇതിന് തയ്യാറല്ല. പാകിസ്ഥാൻ സൈന്യത്തിന്റെ അടുത്ത വിശ്വസ്തനായ നജാം സേഥിയുടെ അഭിപ്രായത്തിൽ മെഹ്സിൻ നഖ്വി കരസേനാ മേധാവിയുടെ സന്ദേശം സർദാരിക്ക് കൈമാറി. സർദാരിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, പകരം ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ടെന്ന് നജാം സേഥി പറഞ്ഞു. കൂടാതെ 4 പ്രവിശ്യകളായി 250 ദശലക്ഷത്തിലധികം വരുന്ന പാകിസ്ഥാന്റെ ജനസംഖ്യ കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണെന്നും അതിനാൽ രാജ്യത്തെ ചെറിയ ഭരണ പ്രവിശ്യകളായി വിഭജിക്കണമെന്നും മെഹ്സിൻ നഖ്വി വാദിച്ചു. അസീം മുനീർ നിർദ്ദേശിക്കുന്നത് മാത്രമേ നഖ്വി സംസാരിക്കൂ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.